ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് മെയ് 31 മാതാവിൻ്റെ വണക്കമാസം അവസാനിക്കുന്ന ദിവസമാണ്. അതുപോലെ തന്നെ ഇന്നേ ദിവസം മാതാവ് എലിസബത്തിനെ സന്ദർശിച്ചതിനെ തിരുനാൾ ആഘോഷിക്കുകയും മാതൃഭക്തി കേരളീയരായ നമ്മുടെ പൈതൃകമാണ്. മാതാവിൻ്റെ നാമം വിളിക്കുകയും അപേക്ഷിക്കുകയും ചെയ്താണ് നമ്മളൊക്കെ വളർന്നു വന്നത്. മാതാവിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ട ഈ ഒരു മാസത്തിൻ്റെ അവസാനം അമ്മയെ സ്തുതിച്ച് അനുഗ്രഹങ്ങൾ വാങ്ങുവാനുള്ളതായ അവസരമാണിത്. ചെറുപ്പം മുതൽ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതും കണ്ടിട്ടുള്ളതുമാണ് പൂക്കൾ കൊണ്ടുവരികയും മാതാവിൻ്റെ രൂപം അലങ്കരിക്കുകയും മാതാവിൻ്റെ വണക്കമാസം സന്തോഷത്തോടുകൂടി ഘോഷിക്കുകയും ചെയ്യുക എന്ന പതിവ്. ഫ്രാൻസും ജർമ്മനിയും തമ്മിലുള്ള യുദ്ധത്തിൽ ഫ്രാങ്കോ പ്രഷ്യൻ വാർ 1871 രണ്ട് ബാലന്മാർ 10 വയസ്സും 12 വയസ്സുമുള്ള ബാലന്മാർ മാതാവിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ ജ്യേഷ്ഠനെ തിരിച്ചു കിട്ടുവാൻ വേണ്ടി. നിർബന്ധിത സൈനിക സേവനത്തിന് വേണ്ടി പോയ ജ്യേഷ്ഠൻ എവിടെയാണെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. അവർ മുട്ടുമേൽ നിന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു. അവസാനം മാതാവ് അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. അവരോട് മാതാവ് പറഞ്ഞു, നിങ്ങളുടെ ജ്യേഷ്ഠനെ കർത്താവ് കഴിയുന്നത് വേഗം നിങ്ങളുടെ പക്കൽ എത്തിക്കും. അവർക്ക് സന്തോഷമായി. 10-15 ദിവസങ്ങൾക്ക് ശേഷം യുദ്ധം അവസാനിക്കുകയും സന്ധ്യ ഉണ്ടാവുകയും സൈനികരായി വിളിക്കപ്പെട്ടിരുന്നവർ തിരിച്ചവരുടെ വീടുകളിലേക്ക് പോവുകയും ചെയ്തു. അങ്ങനെ ഇവരുടെ ജ്യേഷ്ഠനും വീട്ടിലെത്തി. അവരുടെ ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞു. അമ്മയോട് അപേക്ഷിക്കുന്നത് എന്ന് നമുക്ക് കിട്ടുമെന്ന് നമ്മുടെ അനുഭവമാണ്. മാതാവിൻ്റെ ഹൃദയം തന്നെ മറ്റുള്ളവരെ മനസ്സിലാക്കുന്ന രീതിയിലുള്ള അതർ സെൻറ്റേഡ് ആയിട്ടുള്ള മറ്റുള്ളവരെ സഹായിക്കുന്ന മനോഭാവമാണ്. അതുകൊണ്ടാണ് എലിസബത്തിൻ്റെ വീട്ടിലേക്ക് മാതാവ് വരുന്നത്. എലിസബത്തിൻ്റെ വീട്ടിൽ മാതാവ് വന്നപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറഞ്ഞ് എലിസബത്ത് പറയുകയാണ്, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, നിൻ്റെ ഉദരഫലവും അനുഗ്രഹീതമാകുന്നു. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ വീട്ടിൽ വരുവാൻ ഞാൻ എങ്ങനെ യോഗ്യയായി? അങ്ങനെ ദൈവത്തെ സ്തുതിക്കുകയാണ്. മാതാവ് എലിസബത്തിൻ്റെ ആവശ്യം മനസ്സിലാക്കി തൻ്റെ കാര്യങ്ങൾ മറന്ന് സ്നേഹത്തോടുകൂടി ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി പോകുന്നു. ഇതുപോലെ നമുക്ക് കാണാൻ സാധിക്കും. മാതാവിന് പ്രത്യേകിച്ചൊരു റോളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും കാനായിലെ കല്യാണത്തിൽ അവരുടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ മാതാവ് ഈശോയുടെ അടുത്ത് പറയുകയാണ്, അവരുടെ വീഞ്ഞ് തീർന്നു പോയി. എന്നിട്ട് ഈശോ പറഞ്ഞു, അതിൽ നമുക്കും എനിക്കും നിനക്കും എന്ത്? പക്ഷേ മാതാവ് ആ സേവകരോട് പറഞ്ഞു, അവൻ പറയുന്നതെല്ലാം ചെയ്യുക എന്ന്. അങ്ങനെ ആജ്ഞ കൊടുത്തുകൊണ്ട് മാതാവ് പോവുകയാണ്. കുരിശിൽ കിടന്ന തൻ്റെ പ്രാണജീവൻ കഴിയുമ്പോഴും മാതാവ് സമയത്തോടെ നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പുനരുത്ഥാനത്തിന് ശേഷം പത്രോസ്ലീഹായെ ആശ്വസിപ്പിക്കുന്നത് മാതാവാണെന്നാണ് പാരമ്പര്യം. സ്ലീഹന്മാരുടെ സമൂഹത്തിലേക്കോ കർത്താവിൻ്റെ അടുത്തേക്ക് വരാൻ പോലുമുള്ളതായ ധൈര്യം, അതിനുള്ളതായ മനോബലം പത്രോസ്ലീഹായ്ക്ക് ഉണ്ടായിരുന്നില്ല. ഗുരുവിനെ തള്ളിപ്പറഞ്ഞതിൻ്റെ ദുഃഖം അത്ര വലുതായിരുന്നു. എന്നാൽ മാതാവാണ് പത്രോസ്ലീഹായെ ആശ്വസിപ്പിച്ച് ഈശോയുടെ പക്കലേക്ക് മറ്റ് സ്ത്രീയന്മാരുടെ സമൂഹത്തിലേക്ക് കൊണ്ടുവന്നത് എന്ന് പറയപ്പെടുന്നു. അമ്മയുടെ സഹായം നമുക്കെപ്പോഴും കിട്ടും. അമ്മയുടെ സഹായം നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട്. ആ സഹായം അപേക്ഷിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ ഭക്തിയിൽ വളരാനുള്ള അനുഗ്രഹത്തിനായി നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.